ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ തട്ടുകടയിലെല്ലാം കിട്ടുന്ന കപ്പയും ബോട്ടിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിലും അതേപോലെ തന്നെ നല്ല ടേസ്റ്റിലും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് കപ്പ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് കപ്പയുടെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കപ്പ വേവിച്ചെടുക്കുമ്പോൾ കുക്കറിലല്ല കേട്ടോ വേവിക്കേണ്ടത്. ഈ കുക്കറിൽ വേവിക്കുമ്പോൾ ചിലപ്പോൾ ഓവർ വേവായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ കുക്കറിലല്ല വേവിച്ചെടുക്കുന്നത്. കപ്പയിലേക്ക് ആദ്യം തന്നെ നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടായിട്ടുള്ള വെള്ളം തന്നെ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാതും ഒരുപോലെ കുക്കായി വരില്ല കേട്ടോ. അപ്പോൾ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലോണം വെന്ത് വന്നോളും. അതേപോലെ തന്നെ കപ്പ വേവിക്കുമ്പോഴും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചേർത്ത് കൊടുത്തിട്ട് വേണം കപ്പ നല്ലോണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാം കേട്ടോ. അധിക സമയമൊന്നും എടുക്കില്ല കേട്ടോ കപ്പ വെന്ത് വരാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇതാ കപ്പ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കപ്പയിലെ വെള്ളമെല്ലാം നല്ലോണം വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇടയിൽ 1-2 തവണ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതൊരു കയ്യിൽ വെച്ചിട്ട് തന്നെ നല്ലോണം ഉടച്ചെടുക്കുക കേട്ടോ. കയ്യിൽ വെച്ചിട്ട് മാത്രം ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ. വേറുള്ളതൊന്നും വെച്ച് ഉടച്ചെടുക്കണ്ട. അങ്ങനെയെങ്കിൽ ആ ഒരു കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം ഉടഞ്ഞു കിട്ടും. ചെറിയ കട്ടകളോട് കൂടിയിട്ട് തന്നെ കിട്ടിയാൽ മതി. ഈ ഒരു കപ്പൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ബോട്ടിൻ്റെ കൂടെ മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടും അല്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ട് ഉപ്പേരിയായിട്ടും അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ കഴിക്കാനൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ ഒരു റെസിപ്പി തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഞാനിവിടെ കയ്യിൽ വെച്ചിട്ട് തന്നെ കപ്പനെ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഏകദേശം 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 to 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരു പകുതി സവാള ഉണ്ട് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് 3ഉം കൂടി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നല്ലോണം പേസ്റ്റ് പോലെ ആവണ്ട, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള കപ്പയിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ തേങ്ങയൊക്കെ അരച്ച് ചേർത്തുകൊണ്ട് തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ടും ഇതുണ്ടാക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. തേങ്ങ എല്ലായിടത്തേക്കും എത്തുന്ന പോലെ നല്ലോണം മിക്സാക്കി കൊടുക്കണം കേട്ടോ. എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് വേണം കേട്ടോ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ മിക്സാക്കുമ്പോൾ കുറച്ച് പണി ഉണ്ടാവും. എന്നാലും കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നല്ലോണം മിക്സ് ആവണ പോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ താളിക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് 1.5 ടീസ്പൂണോളം കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. കടുക് നല്ലോണം പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്കമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത ശേഷം ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ബോട്ടി കൂടി റെഡിയാക്കി എടുക്കുക കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബീഫിൻ്റെ ആണ് കേട്ടോ. ഇത് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു വിസിലടിച്ച ശേഷം അതിലെ വെള്ളം നല്ലോണം കളഞ്ഞ ശേഷമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവാളയും ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അളവിനാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത്. നിങ്ങൾ എത്രയൊക്കെ എടുക്കണോ അതിനനുസരിച്ചിട്ട് കൂടുതലാക്കി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് കേട്ടോ. ഇത് 4ഉം കൂടി ഒന്ന് പേസ്റ്റ് ചെയ്തെടുത്തത് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ മുളക് പൊടി തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണും ഏതെങ്കിലും ഒരു ടൈപ്പ് മസാല, മീറ്റ് മസാലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചിക്കൻ മസാല ആയാലും ഏതെങ്കിലും ഒരു ടൈപ്പ് മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്ത ശേഷം കുക്കറിൽ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബോട്ടി എടുക്കുമ്പോൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് വേവിച്ചിട്ട് വെള്ളം കളയാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിലിപ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിലത്തെ വെള്ളം നല്ലോണം വറ്റിച്ചെടുക്കണം. അപ്പം ഞാനിതവിടെ ഒരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ ഇതിലെ വെള്ളം നല്ലോണം വറ്റിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ ഏകദേശം വെള്ളമെല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയൊക്കെ എത്ര കൂടുതൽ ചേർക്കണോ ആ ഒരു എരിവും നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ ഒരു ഗ്രേവിയിൽ മുളക് പൊടിൻ്റെ എരിവിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക കുരുമുളകിൻ്റെ എരിവാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടി കുറവാക്കിയിട്ട് കുരുമുളക് പൊടി കൂടുതലിട്ടാൽ മതി. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഏകദേശം വറ്റി ഗ്രേവി ടൈപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ കഴിക്കേണ്ടതെന്നും കൂടിയും പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കപ്പിട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ഒപ്പം മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ കഴിക്കുമ്പോൾ എത്ര കഴിക്കണം അതിനനുസരിച്ച് എടുത്തിട്ട് മിക്സ് ചെയ്യുന്നത് കഴിക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോട്ടിയും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ബോട്ടി കുറച്ച് അത്യാവശ്യം ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ മല്ലിയിലയും കട്ട് ചെയ്തതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1 to 1.5 മിനിറ്റ് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള കപ്പയും ബോട്ടിയും റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കഴിക്കാം കേട്ടോ. പിന്നെ ഇത് ശരിക്കും തട്ടുകടയിൽ നിന്ന് കഴിക്കണ ആ ഒരു സെയിം ടേസ്റ്റാണ് കേട്ടോ. വീട്ടിൽ ഇതുവരെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ലാസ്റ്റായിട്ട് ഉള്ളി കട്ട് ചെയ്ത് വെച്ചതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം കാണുമ്പോഴാണ് ഇനിയും വീഡിയോ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.